ഇനി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റിനെ കുറിച്ച് പറയാം. അവനല്ലാതെ ഒറ്റയ്ക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശേഷിയൊന്നുമില്ല. ഹായ്, 123 വ്ളോഗിന്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ രണ്ടാമത്തെ ദിവസം നിൽക്കും കേട്ടോ ഞങ്ങള്. ഇന്ന് നല്ല പെടലി വേദനയുണ്ട്, തലനീര് ഇറങ്ങുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ അന്തരീക്ഷം നല്ല മഴയ്ക്കുള്ള ഒരു പ്ലാനാണ്. ഇരുണ്ട് മൂടി നിൽക്കുക, മൊത്തം മഴയായിരിക്കുമെന്ന് തോന്നുന്നു. ഇന്ന് വലിയ കാറ്റ് വീശുവാണെങ്കിൽ ഞങ്ങൾ പടുതയൊക്കെ കഴിച്ചുകൊണ്ട് വയ്യ വീട്ടിൽ ചെല്ലും കേട്ടോ. വലിയ കാറ്റ് വീശിയാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല, അമാതിരി കാറ്റ് വീശും. പിന്നെ മീൻപിടുത്തം ഇല്ലെന്നേ ഉള്ളൂ, നല്ല കാഴ്ചകളുണ്ടല്ലേ. അതെ, ഇന്നലെ കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയില്ല, ടെന്റൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ മഴ ആയതുകൊണ്ട്. ഇന്ന് ഞങ്ങൾ ഇതിലേക്കൊന്നും നടക്കണം. ഭാഗത്തൊക്കെ ഒരു നെല്ലി നിൽപ്പുണ്ട്, വലിയൊരു നെല്ലി. ഇവിടെ നിന്നാ കാണാം അങ്ങ് മുകളില് നിൽക്കുന്നത്. അതായത് ഇത് പോയി നോക്കണം, നെല്ലിക്ക ഉണ്ടോന്ന് നോക്കണം. പിന്നെ ഇതിലേക്ക് കാണിച്ചു തരാം കേട്ടോ. അതെ, അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ആരും കാണാതെ ഇരിക്കരുത്. അതെ, അപ്പൊ വീഡിയോ കാണുന്ന എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ. ഈ ക്യാമ്പിംഗ് സീരീസ് തീർക്കാൻ പറ്റണമെന്നും വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. രാവിലെ തന്നെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി കിടക്കുക കണ്ടോ. വലിയ മഴയ്ക്കുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെൻറ്റ് പറന്നു പോകുമെന്നുള്ളതാണ് സംശയം. ടെൻറ്റിലേക്ക് കാറ്റ് വീശുന്നുണ്ട് ഇന്ന്. നിഷ രാവിലെ ഇതേ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പുതിയ ഐറ്റം ഇറക്കിയേക്കുവാണ്. സംഗതി പറഞ്ഞു കൊടുക്കുക. അതെ, നൊസ്റ്റാൾജിയ. പണ്ടാരം നേഴ്സറി പോയിക്കൊണ്ടിരുന്നപ്പോ വാരി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. നേഴ്സറി പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സാധനമാണ് ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത്. ഓ, നല്ല കിടിലൻ നുറുക്ക് ഗോതമ്പ്. എന്നാ പിടിച്ചോ. ഇത് ഇച്ചിരി വറുത്തെടുത്തിട്ട് നമ്മൾ വേവിക്കണം. നമുക്ക് കുക്കർ ഇല്ലാത്തതുകൊണ്ട് ചട്ടി തന്നെ ആയിരിക്കും, അപ്പൊ ഇച്ചിരി താമസം വരും. എന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. ഇത് കണ്ട, ജലദോഷമുണ്ട്, ജലദോഷവും കവക്കെട്ടും ഉണ്ട്. അത് പോകാൻ വേണ്ടി ആവി പിടിച്ചോണ്ടിരിക്കുക. ആവി പിടുത്തമാണ് രാവിലെ. ചെറിയൊരു ജലദോഷം കാണിച്ചു. പിന്നെ പെടലി എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, നല്ല വേദന. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് പെടലി വേദന ഉണ്ടാകണേ. ഇനി കിടപ്പിൻ്റെ ആണോന്ന് അറിയത്തില്ല, വീട്ടിലും ഉണ്ടാകണതാ. ഇനി തലനീരാന്നൊക്കെ പറയണു. എന്തായാലും ഞാൻ രാവിലെ ഇച്ചിരി തുളസിയിലൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ വെച്ച് വെള്ളം തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഗുളിക ഉണ്ടായിരുന്നു, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വലിക്കട്ടാ. ആവിടുത്തം കഴിഞ്ഞു. ആ തോർത്തെടുത്ത് തൂക്ക്. എങ്ങനെയുണ്ട് ആവി പിടിച്ചിട്ട്? ഇനിയിപ്പോ ബാറ്ററി ഒക്കെ കുത്തിടാൻ പോകുമ്പോഴേ, ലൈറ്റ് കുത്തിടാൻ പോയി ഇച്ചിരി തുളസിയിലേയും പനിക്കൂർക്കലയും കൂടെ പറിച്ചോണ്ട് വരാം. എല്ലാം കൂടെ ചതച്ചിട്ട് നമുക്കങ്ങ് പിടിക്കാം. ചുക്കാപ്പി ഉണ്ടാക്കി തരാം. ഉപ്പുമാവിനുള്ള നുറുക്ക് ഗോതമ്പ് ഏതാണ്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ദേ ഉപ്പുമാവിൻ്റെ അകത്ത് തട്ടാൻ വേണ്ടി ബദാമും കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഏത് ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഇങ്ങനെ ഇടും. എനിക്ക് ഭയങ്കര ഇട്ടാ ഇത് കടിക്കണത്. അതുകൊണ്ട് ഞാൻ ഉപ്പുമാവെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത് തട്ടും. അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഉപ്പുമാവൊക്കെ. ഇപ്പം നമ്മൾ വീട്ടിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് പരീക്ഷിച്ച് നോക്കിയേ. ഉപ്പുമാവ് അപാര ടേസ്റ്റിലേക്ക് മാറുവാണ്. കഴിക്കാനും പറ്റും ശരിക്ക്, ആരോഗ്യത്തിന് നല്ലതാ. അതെ, ഇതും ഉപ്പുമാവിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്ന കേട്ടോ. ഇതും വഴറ്റിയെടുക്കണം അല്ലേ. കൂടെ പച്ചക്കറി ക്യാരറ്റും ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിടാം. നമ്മുടെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാൻ നട്ട്സ് ഇട്ടത്. ഉണ്ടായിരുന്ന ക്യാരറ്റും ബീൻസും ഒക്കെ ഇന്നലെ തീർന്നു, അതുകൊണ്ട് ഇല്ല നമ്മുടെ കയ്യില്. ഇതിൻ്റെ അകത്ത് ഇപ്പൊ ബോംബിന്റെ കുരു ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 8 അടി മാറി നിൽക്കുക. കടുകാണേ ഇത്. നമ്മൾ 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും കൂടെ ആട്ടോ ചേർത്ത്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 1 സ്പൂൺ നെയ്യ് ചേർക്കുവേ. അങ്ങനെ എല്ലാ കണസാമുണസായും ഇട്ട് ഉപ്പുമാവ് റെഡിയാക്കി. ഇനി ഇത് കഴിച്ചാൽ മതി.
കണ്ടോ ഉപ്പുമാവ് നല്ല ഭംഗിയായിട്ട് ചട്ടിക്കകത്തിരുന്ന് വേകുന്നു. അടിപൊളിയായില്ലേ? ഇനി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റിനെ കുറിച്ച് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. ഞങ്ങള് വീട്ടിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതിന് ഇത് മെയ്സുപൊടി ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പഴയകാല ഭക്ഷണങ്ങൾ. അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ആ പിന്നെ അതേ പുറത്ത് കണ്ടോ, പുറത്ത് അക്കര മലയിൽ അങ്ങൊക്കെ നല്ല മഴ. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടില്ല, അവിടുന്ന് പെയ്ത് വരുന്നേ ഉള്ളൂ. അങ്ങന്ന് മഴ പെയ്ത് വരുന്നേ ഉള്ളൂ. ഇതേ കാണുന്ന ഭാഗം കൊണ്ടോ, ആ ഭാഗത്താണ് ഇടുക്കി ഡാം ഇരിക്കുന്നത് കേട്ടോ. ഇച്ചിരി കൂടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാമും കാണാമെന്നാണ്. സൂചിക്കോതമ്പ് ഉപ്പുമാവ്, പാൽ ചായ. ആ ഇത് മതി, കാപ്പിയല്ലേ. ഗോതമ്പ് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. ഉപ്പുമാവ് ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടോ ടേസ്റ്റ്, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അടിപൊളി അല്ലേ, നല്ല സൂപ്പറല്ലേ. ഉപ്പുമാവ് എപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയാലും ഒരു കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും, പച്ചക്കറി ചേർക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവും, നട്ട്സ് ചേർത്താൽ വേറൊരു ടേസ്റ്റ് ആവും, ചുമ്മാ ഉണ്ടാക്കിയാൽ വേറെ ടേസ്റ്റ് ആവും അല്ലേ? പല ടേസ്റ്റിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ ഇതിനെ പോലെ കഴിക്കില്ലാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നോർമലി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ മനുഷ്യൻ കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയും പച്ചക്കറിയൊക്കെ ഇട്ട് ഞാൻ ഉണ്ടാക്കണം. അടിപൊളി ചെയ്ത നല്ല പോലെ വെന്തു. ഒരു സ്പൂണേ ഉള്ളു, അതുകൊണ്ടാട്ടോ ഇതിങ്ങനെ കഴിക്കണേ. ഇത്ര നേരം പുറത്ത് ശീശീന്നുള്ള മഴയായിരുന്നു, മഞ്ഞുമഴ. ഇപ്പൊ നല്ല വെയില്. പക്ഷെ പാറയൊക്കെ നനഞ്ഞു കിടക്കുക, ഉണങ്ങാതെ അങ്ങ് ഇറങ്ങാൻ പറ്റില്ല, തെന്നി വീഴും. ഓ ഉപ്പുമാവ് അടിപൊളി അടിപൊളി. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, അടിപൊളിയാ. ഇതുപോലെ നട്ട്സും ഒക്കെ ഇട്ട്. വേറെ ഞങ്ങളൊക്കെ നട്ട്സ് ഉള്ളവരും ഇടാം, വാൾനട്ട് ഇടാം, പിസ്ത ഇടാം. ഓ വാൾനട്ടിന്റെ ഒരു ഇച്ചിരി ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിനീഷേട്ടന് ഈ ഹാർട്ടിന്റെ പ്രശ്നം ഇങ്ങനെ വേദന വന്നോണ്ട് വാൾനട്ട് കഴിക്കാൻ പറഞ്ഞു. 1000 രൂപ ഒരു ചെറിയ പാക്കറ്റ് എടുത്തപ്പോൾ തന്നെ അതോടുകൂടി അത് ഞാൻ നിർത്തി. അണ്ട് അത് ഇതിലൊന്നും ഇടില്ല കേട്ടോ, ഭയങ്കര കാശല്ലേ. ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നോണ്ട് ഇടും. കാപ്പി കുടിയൊക്കെ കഴിച്ച് ഞാൻ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയേക്കുവാ. ദവോ ഭാഗത്താണ് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത്. അവിടുന്ന് ഇറങ്ങി വന്നു. അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ മനോഹരമായ കാഴ്ച കേട്ടോ. താഴെ കണ്ടോ, നമ്മൾ ക്യാമ്പ് ചെയ്ത പുഴയാണ് താഴെ കാണുന്നത്. ആ പാലവും ആ പുഴയും. പാൽക്കുളമ്മയുടെ അങ്ങ് മഞ്ഞ് മൂടി കിടക്കുന്നു. തേ ഭാഗത്തുനിന്ന് ഒരു സൂയിസൈഡ് പോയിന്റ് ഉണ്ട്. അവിടുന്ന് ഒരു മരത്തിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ചാടിയ പൊടി പോലും കിട്ടില്ല, അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റിലാട്ടോ. കണ്ടോ, പാറപ്പുറത്ത് തുമ്പ പൂത്ത് നിൽക്കുന്നു, അല്ലാതെ വേറൊരു ചെടി പൂത്ത് നിൽക്കുന്നു. കാട്ടിലെ ബോൾസമാണെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ പൂക്കളാണ്. ഇത് കണ്ടോ, ചെറിയ പൂക്കൾ. ഇത് കണ്ടോ, ഒരു വെറൈറ്റി ചെടി നിൽക്കുന്നു. നോക്കി, അതിൻ്റെ മണ്ടയിൽ ഒരു മതിയായ വീട്ടിൽ ഒരുപ്പുണ്ട്. പച്ചവീട്ടിലല്ല ആവട്ടെ, വെട്ടുക്കിളീനെ പോലെ ഇരിക്കുന്നു.
വെട്ടുക്കിളിയാണോ എന്തോ. തുമ്പ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ തുമ്പയുടെ കായ ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് ആദ്യമായിട്ട്. ഇത് മൊത്തം തുമ്പയുടെ കായ. അത് നോക്കി നിറയെ കാഴ്ച വയ്ക്കുക. ഈ താഴെ കണ്ടോ കുറേ അങ്ങോട്ട് ഇറങ്ങി ചെല്ലത്തില്ല. അത് മറ്റേ ചൂലുണ്ടാക്കുന്ന ഒരു തരം പുല്ല. നല്ല കാറ്റ് പിടിക്കുന്ന സ്ഥലത്ത് കുലച്ച് നിൽക്കുന്ന കണ്ടോ. അത് മുറിച്ച് മുറിച്ച് ചൂലുണ്ടാക്കാം. നല്ല സ്പോഞ്ച് പോലുള്ള ചൂല് കിട്ടും. തുമ്പപ്പൂ കണ്ടോ, തോട്ടം പോലെ നിൽക്കുമോ തുമ്പ. മോള് വരെ അതെ, അങ്ങ് മോള് വരെ തുമ്പയുടെ അംഗമാണ്. എന്തുമാത്രം തുമ്പയാണെന്നറിയോ. ചില സമയത്ത് ഇത് മരുന്നിനൊക്കെ തപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാനേ ഇല്ല. ആവശ്യ സമയത്ത് ഇത് കിട്ടുകയില്ല. നിഷ പവർ ബാങ്ക് എല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക് കൊണ്ട് ചാർജിങ്ങിന് ഇടാൻ വേണ്ടി ഇറങ്ങിപ്പോയി. താഴെ അങ്ങ് കുറേ തെങ്ങോട്ട് നിൽക്കുന്നുണ്ടോ, അവിടെയാണ് ചേച്ചിയുടെ വീട്. അവിടെ ഇറങ്ങിപ്പോയേക്കുക. ഉച്ചക്കത്തേക്കുള്ള അരിയൊക്കെ ഇട്ടിട്ടാണ് പോയേക്കുന്നത്. കണ്ടോ അമ്മോ, അര വേവായി. ടെൻറ്റിൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തെന്നില്ലാത്തൊരു സന്തോഷമാട്ടോ. സംഗതി വെള്ളച്ചാട്ടം കാണാൻ അടിപൊളിയാണ്. ഇപ്പം നല്ല വെയിൽ തെളിഞ്ഞ് നിൽക്കുവാണേ. പുറത്ത് മഴ തുടങ്ങി. ഞാൻ ചാർജ് കുത്തിയിടാൻ വേണ്ടി ഇറങ്ങിപ്പോയതായിരുന്നു. കഞ്ഞിയും തലോട്ട് നോക്കണ മനുഷ്യന്ന് ഏൽപ്പിച്ചിട്ട് പോയ മനുഷ്യനാ. വന്നപ്പോൾ നോക്കിയേ കൂടുള്ള മഴ പെയ്തപ്പോൾ ഞാൻ കുട കൊണ്ടുപോയില്ല. താഴെ ഞാൻ വന്നിട്ട് വിളിച്ചു, എവിടെ കേക്ക്. നല്ല ഓർക്കാം. കഞ്ഞി തീയൊക്കെ കെട്ട് വെന്തിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോയേ. കഞ്ഞിയായി, തീയൊക്കെ കെട്ടുപോയി. നല്ല പൂണ്ട ഉറക്കമാണ്. ചിലപ്പോൾ ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ഇന്ന് ഉച്ചത്തേനും നമുക്ക് ചീര, 5 കൂട്ടം ചീരയാണേ. ചുമലച്ചീര, പച്ചച്ചീര, ഇത് മൈസൂർ ചീര എന്നാണ് പറയണേന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സാമ്പാർ ചീര, വേലിച്ചീര. 5 കൂട്ടം ചീര തോരനാണ് ഇന്ന് ഉച്ചത്തേനുള്ള സ്പെഷ്യല്. ഇന്നിനി ഉണ്ടാക്കാൻ പോണ ഉണക്കച്ചെമ്മീൻ വറുക്കാനാണേ. ഉണക്കച്ചെമ്മീൻ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇച്ച് കിടന്ന് നല്ല ഉറക്കമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുക്കണത്. ചെമ്മീൻ അങ്ങനെ റെഡി ആയിട്ടുണ്ടേ. എന്നിട്ട് ഒരു നുള്ള് മുളക് പൊടി ഇട്ടിട്ട് അപ്പം തന്നെ വാങ്ങിക്കോണേ. പിന്നെ അടുപ്പിൽ വെക്കേണ്ട കാര്യമില്ല. ഒരാളെ ചോറുണ്ണാൻ വേണ്ടി വിളിച്ചെന്നിപ്പിച്ച് ചോറുണ്ണണ സമയമൊക്കെ കാണും. 3-4 മണിയായി. നല്ല ഉറക്കമായിരുന്നു. നല്ല ഉറക്കം ഉറങ്ങിപ്പോയി. അത് ജലദോഷം ഉള്ളതുകൊണ്ട് ഒരു സിട്രസൻ്റെ ഗുളിക കൊടുത്തായിരുന്നേ. അതുകൊണ്ട് പുള്ളി അങ്ങ് ബോധം കെട്ട് കിടന്ന് ഉറങ്ങി. ഞാനിപ്പോൾ ചോറിനാൻ വേണ്ടി വിളിച്ചെണീപ്പിച്ചതാണ്. ഇതേ നമ്മൾ ചോറെടുത്തു. നല്ല കുത്തിരിച്ചോറ്. ആരാണ്ട് ചോദിച്ചായിരുന്നു നിങ്ങൾ വെള്ളരിയാണോ കഴിക്കണേന്ന്. അല്ല, നമ്മൾ കുത്തിരിച്ചോറാണ് കഴിക്കണേ. പിന്നെ കിഴങ്ങ് കറി, വിനീഷേട്ടന് ഇഷ്ടമുള്ള കിഴങ്ങ് കറി. പിന്നെ ചീരത്തോരൻ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. 5 കൂട്ടം ചീര അരിഞ്ഞുള്ള തോരനാണ് ഇത് നമുക്ക് സ്പെഷ്യൽ. വിനീഷ് കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഉണക്കച്ചെമ്മീൻ ഫ്രൈ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് കഴിച്ചിട്ട് വരാം. ചീര എങ്ങനെയുണ്ട്? നല്ലതാ. അടിപൊളിയാണോ? ഞാൻ കാണിച്ചായിരുന്നു 5 കൂട്ടം ചീരയാ. ഞാൻ ഉച്ച കൂട്ടി നോക്കട്ടെ. കൂട്ടി നോക്കാം. നല്ല ടേസ്റ്റാ. അടിപൊളിയാ. ചീര അടിപൊളി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്, ചെമ്മീൻ. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉണക്കച്ചെമ്മീൻ. ഇതിങ്ങനെ വറക്കണേ കേട്ടോ ഇഷ്ടം. ഞങ്ങള് ചോറൂണൊക്കെ കഴിഞ്ഞ് പയ്യെ ടെൻറ്റിൻ്റെ അകത്തുനിന്ന് ചാടി ഇറങ്ങി. ഇവിടെ ഒരു നെല്ലി നിൽപ്പുണ്ട്. നെല്ലിയിൽ നെല്ലിക്ക ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം തുടങ്ങി മഴ. ചെറിയ ചാറ്റൽ മഴയായിട്ട് കാറ്റും വീശുന്നുണ്ട്.
തലയേക്കാളും പൊക്കത്തിലാ കാട് നിൽക്കുന്നത്. ഈ ഉണങ്ങി നിൽക്കുന്ന ഒരു നെല്ലിയ. ഈ നെല്ലിയിൽ കായൊന്നുമില്ല. ഇനി താഴെ മുകളിലൊരു നെല്ലിയും കൂടെ ഉണ്ട്. ഇത് അടുത്ത നെല്ലി. ഇത് വലിയ നെല്ലിയാണ്. പക്ഷേ ഇതേലൊരൊറ്റ കാ പോലും കായ്ച്ചിട്ടില്ല. നെല്ലിക്ക കായ്ക്കുന്ന സീസൺ അല്ലെന്ന് തോന്നുന്നു. സാധാരണ ഈ സമയത്ത് കാട്ടിൽ നെല്ലിക്ക ഉണ്ടാകുന്ന. ഇത് നോക്കി നെല്ലിയ കയറിയിരിക്കുക. ആ നല്ല ഏറ്റുമാടം പണിയാൻ നല്ല രസമുള്ള ഒരു നെല്ലി. പക്ഷെ ഇവിടെ വേറെ ആൾക്കാരുടെ പറമ്പാ. നെല്ലിക്കയില്ല. നെല്ലിക്ക ഉണ്ടായിരുന്നെങ്കിൽ നിറയെ ഉണ്ടായേനെ ഇതിൽ. ആരും പറമ്പ് തെളിക്കുന്നില്ലാത്തതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്ന. കയറിയേക്കാനും പാടാണ്, ഇറങ്ങാനും തോന്നുന്നു. ചാടി ഇറങ്ങി. തേക്ക് മരമാണ്, തേക്ക് മരം. നിറയെ തേക്ക് മരമാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഇത് ഈന്തെന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ. നല്ല ഈ ഒരു ഈന്ത് കാഴ്ച നിൽപ്പില്ല. കാഴ്ച നിൽപ്പുണ്ടായിരുന്നു ഞാൻ കാണിച്ചേനെ. ചില സമയത്ത് തപ്പിയാൽ പോലും കിട്ടില്ലാത്ത ഒരു സാധനമുണ്ട്, പുളിയില. ഇത് കണ്ടോ, പുളി, വാളംപുളി. മീൻ കറി വയ്ക്കാനൊക്കെ ഇതിൻ്റെ പുളിയില ചൂടാൻ വേണ്ടി, പുളിയിലയ്ക്ക് വേണ്ടി തപ്പിയാൽ കിട്ടൂല ചില സമയത്ത്. ഞങ്ങൾ നടന്ന് വന്ന് പാറയുടെ വേറൊരു സൈഡിലെത്തി. ഇവിടെ വന്നപ്പോൾ തെങ്ങ, അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇവിടെ ഒരു വലിയ പുളി നിൽപ്പുണ്ട്. ഇത് കണ്ടോ, വാളംപുളി. പുളി കായ്ച്ച് കിടക്കുന്നടി. കയറി പറിക്കുകയാണെങ്കിൽ കടിച്ച് തിന്നാം. വേണ്ട, വാളംപുളി കായ്ച്ച് കിടക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിരുന്ന് ചെറിയ പുളിയാണ്, പിഞ്ച് പുളി. വയറിളക്കം പിടിക്കുമാവോ പുളി കഴിച്ച. കുഞ്ഞു പുളികളാണ്, വലുതല്ല. കാണിച്ച് കണ്ട. നിനക്ക് പുളിയൊന്നും ഇല്ലേ? അതെ, താഴെ ഒരു പുളി നിൽക്കുന്നു. അതും നിറയെ കാഴ്ച കിടക്കുന്നു. ഇതേ കണ്ട. ഇവിടെയും നിരയായിട്ട് തേക്കൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുക. കണ്ട, ടെൻറ്റ് വയ്ക്കാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെയും ഒന്ന് വൃത്തിയാക്കിയാൽ നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടും. ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി വെള്ളം, ഒരു ഓലി. അപ്പോൾ ഇവിടെയും ക്യാമ്പ് ചെയ്യാൻ വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ കയറി വന്നിട്ട് തിരിച്ചിറങ്ങുവാണ്. നല്ല ഹൈറ്റിലെത്തി. അതിനിടയ്ക്ക് താഴെ പുഴയക്കട മീൻപിടുത്തക്കാരാണെന്ന് തോന്നുന്നു. ഒത്തിരി പേര് നടപ്പുണ്ട്. ആൾക്കാരെ കാണത്ത് പോലുമില്ല, പൊട്ടുപോലെയാണ്. ഇവിടെ വന്ന് നീക്കുമ്പോൾ കണ്ടോ, പാലവും കാണാം, വെള്ളച്ചാട്ടവും കാണാം ഒരേ സ്ഥലത്ത് നിന്ന്. മറ്റേ നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ പാലം കാണത്തില്ല, വെള്ളച്ചാട്ടം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ മഴയും കഴിഞ്ഞതേ വെയിലും തുടങ്ങി. ഇതെല്ലാം പുളിമരങ്ങളാട്ടോ, നിറയെ പുളിമരങ്ങളുണ്ട്. നട്ടുപിടിപ്പിച്ചേക്കുന്ന സംഭവം കണ്ടോ, പുളി കായ്ച്ചു വരുന്നുണ്ട്. നിറയെ പുളിയുണ്ട് ഇതിൽ. ചെറിയ പുളിയാന്ന് മാത്രം. പിരുന്ന് കയറി വരാൻ എളുപ്പമായിരുന്നു. ഇപ്പം തിരിച്ചിറങ്ങാൻ വലിയ പാടാ. കാരണം പാറയൊക്കെ നനഞ്ഞ് കിടക്കുമല്ലേ, നല്ല പായലൊക്കെ പിടിച്ച് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തെന്നി താഴെ പോവും. നമുക്ക് അങ്ങ് താഴെ ഇറങ്ങി ചെല്ലണം. ഇറങ്ങി വരുവാ.
നെല്ലിക്ക തപ്പി പണ്ടേ പോയതാ, നെല്ലിക്ക കിട്ടില്ല, പുളി കിട്ടി. ഞാൻ 3-4 ദിവസം തിന്നട്ടാ. ഇളംപുളി കഴിക്കുന്നത് നല്ല ടേസ്റ്റാ. ഇനി ചെന്നിട്ട് ഉപ്പ് കൂട്ടി തിന്നാൻ വേണ്ടി ഞാൻ പറിച്ചോണ്ട് പോകുന്നു, അല്ലാതെ ഞാൻ തിന്നു. വയറിളക്കം പിടിക്കും കേട്ടോ പുളി കൂടുതൽ. എനിക്ക് അങ്ങനെ ഇന്ന് വരെ പുളി കഴിച്ചിട്ട് ഇന്ന് വരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. പുളി മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിച്ചിട്ട് ഇന്ന് വരെ വന്നു. നിഷ ഇറങ്ങി അങ്ങ് താഴെ ചെന്നു, ഞാനാണെങ്കിൽ പയ്യെ പയ്യെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു. സ്പീഡിൽ പോകുമ്പോൾ തന്നെയാ ഉണ്ടല്ലോ, തെറിച്ച് അങ്ങ് പോവുള്ളൂ. പതിയെ പോകുമ്പോൾ തന്നെയാ കുണ്ടിയും കുത്തി അവിടെ വീഴുന്നേ ഉള്ളൂ. അങ്ങനെ നടന്ന് ഞങ്ങൾ നമ്മുടെ സ്വന്തം ഭവനത്തിൻ്റെ അകത്ത് തിരിച്ചെത്തി കേട്ടോ. ഇരിക്കണം നമ്മുടെ ഭവനം. അങ്ങ് മലമണ്ട കയറിപ്പോയിരുന്നു ഞങ്ങൾ, അതിനെ വണ്ടയ്ക്ക് അങ്ങ് കയറിപ്പോയി. ആ അതെ അതെ. ഓ അങ്ങനെ തിരികെ ടെൻറ്റിലെത്തി. ഇനി ഒന്ന് കുളിക്കാൻ പോകണം. കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി അല്ലേ. ഇതിലൊക്കെ സർക്കസ് കളിച്ച് വേണം കടന്നു പോകാൻ. കുളിക്കാൻ പോയാലോ? കുളിയൊക്കെ കഴിഞ്ഞ് വന്ന കയ്യെല്ലാം ഒന്ന് റെഡി ആകുന്നു. പക്ഷേ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതെ, നല്ല തണുത്ത മഴയുണ്ട്, തണുത്ത കാറ്റുണ്ട്. ചെറിയ ചാറ്റൽ മഴയായിട്ടോ കേട്ടോ മഴ മൊത്തം പെയ്യുന്നത്. കണ്ടോ, പുറത്ത് ചെറിയ ചാറ്റൽ മഴയാണ്, മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ്. കോടമഞ്ഞിങ്ങനെ മൂടി മൂടി വരുന്നു എല്ലായിടത്തും. അതെ, വലിയ മഴ പെയ്യുമായിരുന്നേ അത് കാണിക്കാൻ പറ്റുമായിരുന്നു. ഇത് വലിയ മഴയോട്ട് പെയ്യുന്നുമില്ല, ചെറുതായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ മരം കേട്ടോ, വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ. അത് തന്നെ ഒരു കല്ലാൽ എന്ന് പറഞ്ഞ മരമാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിഷ ചായ ഇടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ചായയാണോ ഇടുന്നേ? ആ ഇവിടെ ടെൻറ്റിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ നേരെ നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടമാണ്. അത് കണ്ട് ഇങ്ങനെ കിടക്കാൻ തന്നെ ഒരു നല്ല രസമാണ് കേട്ടോ. പുറത്ത് വലിയ മഴയാണോ മഞ്ഞാണോ? അത് ഭയങ്കര മഴ വന്ന പോലെ തോന്നുന്നുണ്ട്. മഴയാണെങ്കിൽ അത് ഭയങ്കര മഴയാണ്, ഒന്നും ഭാഗമൊന്നും കാണത്തില്ല. ആ മലനിരകൾക്ക് അപ്പുറം ഉണ്ടായിരുന്ന മലനിരകളൊക്കെ ശരിക്കും കാണാമായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുണ്ട് മൂടി സന്ധ്യ ആയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് വേറെ കാര്യം. വലിയ മഴയാണ് വന്നെ അല്ലേ? രാത്രി ആയപ്പോഴാണ് മഴ വന്നെ. കട്ടൻ ചായ കൂടി. പുറത്ത് നല്ല ഇരുട്ടായി തുടങ്ങി കേട്ടോ. നമുക്ക് നമ്മുടെ ക്യാമറയെല്ലാം അറിയത്തില്ലെന്നേ ഉള്ളൂ, ഇരുട്ടായി തുടങ്ങി. എങ്ങനെയുണ്ട് ചായ? തണുത്തിരുന്നിട്ടേ പുറത്ത് നല്ല തണുപ്പാട്ടോ, ടെൻറ്റിൻ്റെ അകത്ത് നല്ല അത്യാവശ്യം നല്ല ചൂടാട്ടോ. സുഖമായിട്ട് കിടക്കാം. ആ സാരമില്ല. നിഷ പാചകം തുടങ്ങി, എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമായി. എന്നാ നിഷ ഇന്നത്തെ അംഗം? അതെ, കഞ്ഞിയും പയറുമാണ്. കഞ്ഞിയും പയറും, ചെറുപയറും കഞ്ഞി. തീ കത്തിച്ചു കൊടുക്കും, നല്ല പുക. നിഷ എന്നാ പരിപാടിയാ? മുളക് ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, ചതയ്ക്കുന്ന ആയുധം കണ്ടോ, അരകല്ല്. പുറത്ത് നല്ല മഴയാട്ടോ, പടുതേന്നൊക്കെ നല്ല സൗണ്ട് കേൾക്കാം. ഞാൻ പറഞ്ഞ കഞ്ഞിയും പയറും അല്ലേ, അച്ചാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഇച്ചിരി കാന്താരി കഴിക്കണം ആഗ്രഹം. അങ്ങനെ ഉണ്ടാക്കണതാ. കല്ലൊന്നും കിട്ടിയില്ല ചതയ്ക്കാൻ. ആറ്റിലായിരുന്നെങ്കിൽ ഇഷ്ടംപോലെ കല്ലുണ്ടായിരുന്നു.
ചമ്മന്തി റെഡിയാക്കിയിട്ട് ഇത് പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. എനിക്ക് എണ്ണ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ കുറച്ചൊക്കെ കുറച്ച് ദിവസം കുറയ്ക്കും. പിന്നെ മീൻ പിടിക്കുമ്പോൾ ചൂർന്നത് വേറെ വല്ലായിരുന്നെങ്കിൽ ഞാൻ വറുത്ത് കൊടുത്തേനെ. ഇന്ന് കഞ്ഞി ആയതുകൊണ്ട് പയറും കഞ്ഞിയും പപ്പടം ചുട്ടതും അച്ചാറും കാന്താരി ചമ്മന്തി പൊളിക്കും ഞാനിന്ന്. അതെ, പുഴയിൽ ചെല്ലുമ്പോൾ എന്നാണേലും എണ്ണ കൂട്ടാതിരിക്കാൻ പറ്റുകയില്ല. മീൻ വറക്കുകയോ കറി വയ്ക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ. അടുത്ത ദിവസം വീണ്ടും പുഴയിലേക്ക് ചാടും. മഴ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കുറവ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, പുഴയിൽ ചാടും. ദേ പപ്പടം ചുടുന്നു. ആ ടമാർ പടമെന്നും പറഞ്ഞുകൊണ്ട് കുളച്ചു വരുന്നുണ്ടല്ലോ. ദേ 2 പപ്പടം ചുട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡി. പണ്ട് പനിയൊക്കെ വരുമ്പോ അമ്മ ഇങ്ങനെ പപ്പടം ചുട്ട് കഞ്ഞിയും പയറും കൂടെ വെച്ച് തരുമായിരുന്നു. എന്താ കേട്ടോ, കഞ്ഞി, പയറ്, അച്ചാറ്, ചമ്മന്തി, അതും അത് തന്നെ. പപ്പടം, ചുട്ട പപ്പടം. ഇന്ന് ഞങ്ങൾ ആഘോഷമായ ഭക്ഷണം കഴിക്കലാണ്. ഇപ്പൊ ഈ പനിക്കാലം ഓർമ്മ, ഈ പനിക്കാലത്തൊക്കെ ഇങ്ങനെ എല്ലാ വീട്ടിലും കഴിക്കണത്. ഇപ്പൊ നമുക്ക് പനിയുണ്ടെന്ന് അങ്ങ് വിചാരിച്ചങ്ങ് കഴിക്കാം. പനിയുണ്ടെന്ന് വിചാരിച്ചങ്ങ് കഴിക്കാം. ഞങ്ങളിപ്പോ രാത്രിയിൽ അത്താഴം കഴിക്കുവാണ്. സംഗതി കഞ്ഞിയും പയറും കുറച്ച് നാളായി കഴിച്ചിട്ട്. ചൂട് ഭയങ്കര കേട്ടോ. ചെറുപയറും കഞ്ഞി, വൻപയറിട്ടും ചോറ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറച്ചി മീനും പോലെ ഇഷ്ടമുള്ളതാണ് വൻപയറും ഉരുളക്കിഴങ്ങും. ഭയങ്കര ഇഷ്ടമാണ്. വൻപയർ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയാവില്ല. വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ട് അല്ലേ. ഈ മഴയത്ത് ഈ തണുപ്പത്ത് ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് എനിക്ക് തോന്നുന്നു. ചൂട് കാരണം കഴിക്കാൻ പറ്റുന്നില്ല. കാന്താരി ചമ്മന്തി മൊത്തം കഴിച്ചോളൂ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയതാ. നല്ല അച്ചാറ്. എന്റെ ഐഡിയ കഞ്ഞിയും പയറും. ഞാൻ എന്നാ വെക്കണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ട് ഇന്നിപ്പോ എന്നോട് പറഞ്ഞു, എടി കഞ്ഞിയും പയറും വെക്കാം. അങ്ങനെ വെച്ചാണ്. ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു, ഇനി അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ഇപ്പൊ അത്യാവശ്യം പടല് തിരിയാൻ തുടങ്ങി. ഇന്നലെ ഒന്നും പടല് തിരിയുന്നില്ലായിരുന്നു. ഇപ്പൊ അത്യാവശ്യം അങ്ങനെ തിരിഞ്ഞു വരുമ്പോ ഭയങ്കര വേദന ചില സമയത്ത്. കണ്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നിഷ ഈ മൊബൈലിൽ കഥ വായിക്കും. കഥ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കഥയൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് നിറയെ സാധനങ്ങളാണ് കണ്ടോ. ഈ സൈഡ് നിറയെ സാധനങ്ങൾ, പവർ ബാങ്കുകൾ, ഈ സൈഡ് നിറയെ സാധനങ്ങൾ. ഈ പ്രകൃതിയുടെ സൗണ്ട് ശ്രദ്ധിച്ചു നോക്കി, നല്ല രസമാണ് കേൾക്കാൻ. എന്തൊക്കെ സൗണ്ടാന്ന് ശ്രദ്ധിച്ചു നോക്കി. നിഷേ, സൗണ്ട് കേട്ടോ? മാക്ര കുഞ്ഞുങ്ങൾ പോക്കറോ പോക്കറോ എന്ന് കരയുന്നു. ഒരുപാട് സൈസ് മാക്ര കുഞ്ഞുങ്ങളാണ്. എല്ലാം ഇരുന്ന് പലതരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും പയ്യെ ടെന്റിൻ്റെ അകത്ത് ചാടി കയറി. നിഷ ഇരുന്ന് ബുക്കൊക്കെ തപ്പി പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് ഈ പാറപ്പുറത്തൂടെ ഒക്കെ നടക്കുന്നുണ്ടല്ലോ,
നടക്കുന്ന ഓരോ ഇഞ്ചും പരമാവധി സൂക്ഷിച്ചാൽ വയ്ക്കട്ടെ. തെന്നൂല്ലാന്ന് ഉറപ്പൊക്കെ വരുത്തിയാണ് ഓരോ കാലും വെച്ച് നടന്ന് പോകുന്നത്. അതൊക്കെയാണ് പോകുന്നത്. ഒരു കാരണവശാലും തെന്നി വീഴാൻ പാടില്ലല്ലോ. തെന്നി വീണാ നമ്മുടെ ക്യാമ്പിങ് മുടങ്ങും, നടുവുളുക്കി ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി സൂക്ഷിച്ചാണ് പോകുന്നത് കേട്ടോ. അത് ആൾക്കാർ ഞങ്ങൾ നടന്നു പോകുന്നതൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത്രയും സുരക്ഷിതമായിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്. ഒരു തവണ ഞാൻ വീണു. അതെ, ഒരു തവണ വീണു. ഒരു തവണ ഞാനും വീണു കേട്ടാ. ഞാനൊരു പാർപ്പത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോയി നോക്കി നിന്നതാ. അതിവിടെ അല്ല, പുഴയിലാ. ഇങ്ങനെ പോയി നോക്കി നിന്നെടുത്ത് ചുമ്മാ തെന്നടിച്ചൊരു വീട്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ചെരുപ്പ് മാറ്റി. ഞാനും നിഷയും ചെരുപ്പ് മാറ്റി, പുത്തൻ ചെരുപ്പാക്കി. നല്ല അടിയിൽ നല്ല കട്ടയുള്ള ടൈപ്പ് ചെരുപ്പ് മേടിച്ചിട്ട് അറപ്പുറത്ത് തെന്നു കലാത്ത ടൈപ്പുണ്ട്, ആ ടൈപ്പ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നടക്കാം, തെന്നി വീഴുമെന്ന് പേടിക്കണ്ട. പിന്നെ അബദ്ധവശാൽ വീണാലേ ഉള്ളൂ, അത് അബദ്ധം പറ്റി വീണാലേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച പറ്റൂല അല്ലേ. പരമാവധി ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചെരുപ്പ. അപ്പം ഞങ്ങളുടെ ഈ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ, അവർ കട്ടയ്ക്ക് കൂടെ കൂടിക്കോട്ടോ. നമ്മളെ ആരെയും നിരാശപ്പെടുത്തൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വീഡിയോ ഞങ്ങൾക്ക് പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കും. അത് തന്നെ, നമുക്കൊരു പരിമിതി ഉണ്ട്, അതിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റുന്നത്ര ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യും. ഇനിയും കൂടുതൽ വീഡിയോകൾ മെച്ചപ്പെടുത്തണമെന്നൊക്കെയാണ് പ്ലാൻ. അതൊക്കെ പതുക്കെ മെച്ചപ്പെട്ട് വരും അല്ലേ. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഞങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, എല്ലാത്തിനും മറുപടിയും ലൈക്കും കമന്റും തിരിച്ച് നമ്മൾ തരുന്നുണ്ട്. അത് തന്നെ, അതുകൊണ്ട് എല്ലാവരും അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറഞ്ഞോളൂ. അതെ. അപ്പൊ പാർട്ട് 10-നാണോ 11-നാണോ ഇത്? 11-ലെ. പാർട്ട് 11-ലെ ഹായ്ക്കാരൻ 11-ല് കുറെ പേര് ഹായ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേരൊന്നും ഇല്ല കേട്ടോ, കുറെ പേര് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എഴുതി വെച്ചത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അതുവരെയുള്ളവരുടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് പ്രശാന്ത്, സുകന്യ, ചെന്നൈ, ആ പയ്യൻ നമുക്ക് കമന്റ് ഇടുവേ. പിന്നെ ജാനകി ബാംഗ്ലൂർ, പ്രിഫു ദുബായ്, സന്തോഷ് ആൻഡ് ഫാമിലി, രാധാകൃഷ്ണൻ നെന്മേനി, അൻവർ ദമാം, സാത്വി ധ്രുവി ഉപ്ല കാസർഗോഡ്, തിരുവില്ലാമല ചന്ദ്രൻ ആൻഡ് ഫാമിലി, സ്നേഹ ശശീന്ദ്രൻ, രാജീവ് മഠത്തിൽ, ഇർഷാന യാസ്മിൻ, മിനി മൂലമറ്റം, ഷാജിദ നെടുമ്പങ്ങാട്, ബഷീർ ചാവക്കാട്, ലൈല മുഹമ്മദ് ദുബായ്, ഷിനി ജോസ് ആമാടം ആൻഡ് ഫാമിലി, പുഷ്പ, അജിത കണ്ണൂർ കൂത്തുപറമ്പ്, രതീഷ്, അനു അമ്പാടി പൊൻകുന്നം, ബിജു, ബീന, അജിതാമ കൊച്ചുമക്കൾക്ക് വേണ്ടി 1 വയസ്സുള്ള തമ്പു, 1/2 വയസ്സുള്ള ലെനു, രാജേഷ് രാജൻ, ജിതിൻ അടൂർ, സബിൻ ഷാജു, അരൂഷ്, അൻവിഷ്, വത്സല, ശ്രീത, ശാന്ത, ഇതൊരു ഫാമിലിയാണ്. സാലി, ആരോമൽ, ജിനു ചേർത്തല, രതീഷ്, സെലീൻ, രജിത്ത്, റാണിക്കാർക്ക് വേണ്ടി ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. റാണിക്കാർക്ക് വേണ്ടി പ്രത്യേകം ഹായ്. സുജ കട്ടച്ചിറ, ബ്ലോഗിംഗ് ഫാമിലി, അഞ്ജു സാജു, മുർഷീദ്, കിഷോർ കുമാർ, വൈഫ് ശ്രദ്ധ, ചുള്ളിമാനൂർ, അനന്തു, അബ്ദുൾ ജലീൽ, കാഞ്ഞിരക്കണ്ടിക്കാർക്ക് എല്ലാവർക്കും കൂടെ. അറിയത്തില്ല, എല്ലാവർക്കും ഹായ്. സ്റ്റാലിൻ ദുബായ്, ജയ വള്ളിക്കുന്നം, ഷിയാസ് പെരുവന്താനം, ജോലിയണ മസ്കറ്റ്, താരാദാസ് പുല്ലുവിള, ലിജ് വയനാട്, ഫാസിൽ, ഷൈമോൾ, ഷെബി ബിജു, രഞ്ജു ദുബായ്, ഷെരീഫ റഹീം, നിഷാദ് തളിക്കുളം, അരുൺ കണ്ണൻ ട്രിവാൻഡ്രം, അനൂപ് അയ്യൻകാവ്, ഷാഫി സൗദി, അൻസം, അയൻ അശ്വന്ത്. പേരാണ് 11-ാം പാർട്ടി നമ്മളോട് ഹായ് പറഞ്ഞത്. ഹായ് പറയാൻ പറഞ്ഞേക്കുന്നത്.
ഞാൻ അപ്പൊ കണ്ടത്. എല്ലാവർക്കും ഹായ് കേട്ടോ. ഹായ്. കൂട്ടത്തിൽ നമ്മുടെ ഈ വീഡിയോ കണ്ട് സഹിച്ച് ക്ഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്കും പ്രത്യേകം എല്ലാവർക്കും ഹായ്. ഹായ്. ഞങ്ങളെയാണല്ലോ ഈ കണ്ടോണ്ടിരിക്കണ രാവിലെ ഈ വീഡിയോ ഫുള്ള്. എന്തായാലും ഇന്ന് ഇച്ചിരി നേരത്തെ കഞ്ഞിയൊക്കെ കുടിച്ചു. ഇന്ന് അന്നേരം വൈകിട്ടൊന്നും ഇല്ലായിരുന്നു. 4 മണിക്കാർക്ക് വലിയ കുക്കിംഗ് ഇല്ലായിരുന്നു വൈകുന്നേരം, അതുകൊണ്ടാണ്. വലിയ കുക്കിംഗ് അല്ല, ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നേരത്തെ ഞങ്ങൾ കഞ്ഞി കുടിച്ചു. അപ്പൊ ഇനി നാളത്തെ രാവിലത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം. ഓക്കെ ടീക്കേ. ഓക്കേ. ടെന്റിന് പുറത്ത് വല്ല മൃഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ ഇറങ്ങിയതാ. അന്നേരം കിട്ടില്ല മഞ്ഞാട്ടോ, കിട്ടില്ല മഞ്ഞ. ഒരു സ്ഥലങ്ങളൊന്നും അകലേക്കൊന്നും കാണത്തില്ല. നല്ല കോടമഞ്ഞ ഇറങ്ങിയേക്കുക. ഈ പീക്രി കുഞ്ഞനായിരുന്നു ഈ രാത്രി മുഴുവൻ ഈ ഭയങ്കര സൗണ്ടിൽ കിടന്ന് കിട്ടിക്കിട്ടി കിടികിടി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടോ. അവൻ്റെ താടയിലെ കാറ്റ് വീർപ്പിച്ച് ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത്. അവനല്ലാതെ ഒറ്റയ്ക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശേഷിയൊന്നുമില്ല, അത്രയും ചെറുതാ. അതിന് പുള്ളി കാറ്റ് നിറച്ച് ഒച്ച എടുക്കുക. കണ്ടോ, ചെറിയൊരു ഇലയില അവൻ്റെ വലിപ്പം തന്നെ കുഞ്ഞ. ആ തൊണ്ട ഫുള്ള് കാറ്റടിച്ച് കയറ്റി വെച്ച് പുള്ളി കാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി തൊണ്ട പൊട്ടാതിരിക്കാനാണോ സൗണ്ടിന് വോളിയം കിട്ടാനാണോ പുള്ളി കാറ്റ് നിറയ്ക്കണം സ്വന്തമായിട്ട്? ഇപ്പൊ രാത്രി അടുത്ത ഒരുത്തൻ ലൈറ്റിന്റെ പുറത്ത് കയറി ഇരുന്ന് ചൂട് കായ് വന്നു. പുള്ളി അങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ലാതെ ഇരിക്കുക. മാറിപ്പോടാ. അതെ ജമ്പ് ചെയ്തു. മത്ത കണ്ണും പിടിച്ചാണ്ട് വേറൊരു ടീം. പുള്ളി ക്യാമറ ഓണാക്കിയത് ക്യാമറയിലേക്ക് ഒളിഞ്ഞൊരു നോട്ടം. എന്നെ ചെയ്യാൻ പോവാന്നാണ് എനിക്ക് നോക്കണേ. അയ്യോ, പല്ല് ഞെറുമ്പി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഗവേഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ വയ്യ കയറി കിടന്നുറങ്ങാൻ വിചാരിച്ച്. ഗവേഷണം തുടർന്നുകൊണ്ടിരുന്ന നേരം വെളുക്കുന്നോടം വരെ ഗവേഷണം തന്നെ ആയിരിക്കും. അപ്പോൾ ഉള്ള നേരത്തെ കിടന്നുറങ്ങിയിട്ട് ഉള്ള നേരത്തെ രാവിലെ ഇറങ്ങാം, എണീക്കാം. നിഷേ, ഗുഡ് മോർണിംഗ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വെയിൽ ഉദിച്ചു തുടങ്ങി പുറത്ത്. കണ്ടാ, പക്ഷേ എഴുന്നേറ്റിട്ടില്ല, ഇങ്ങനെ കിടക്കുക. നിഷേ, എഴുന്നേക്കാൻ വലിയ മടി. രാവിലെ നല്ല തണുപ്പുണ്ട് പുറത്ത്. അതെ, പിന്നെ വേണ്ട പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരം വെളുത്ത് തുടങ്ങി. നേരം വെളുത്ത് ശരിക്കും വെയിലൊക്കെ ആയി തുടങ്ങി. ഇന്ന് രാവിലെ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയാകുന്ന അത്ര നല്ല ഭംഗിക്കാണ് അന്തരീക്ഷം നിൽക്കുന്നത്. മഞ്ഞൊക്കെ വീണ് കിടക്കണം. ഇതെങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ക്യാമറയിൽ ശരിക്കും കിട്ടത്തില്ല. അല്ലാതെ ഇത് കണ്ടോ, ആ മലകൾക്കിടയിൽ കണ്ടോ, മഞ്ഞ് മരങ്ങൾക്കിടയിൽ കൂടെ കയറി പോണ കാണാൻ ഭയങ്കര ഭംഗിയാണ് അത് സംഭവം. ഇന്ന് അടിപൊളി കാണാൻ. ഒരേ ഒരു കുറവേ ഉള്ളൂ, കിളികളുടെ ശബ്ദം. ക്ലാ ക്ലാ കിളി കിളി എന്നൊക്കെ ഉള്ള ശബ്ദം ഇവിടെ വലിയ കാര്യമായിട്ട് കേൾക്കത്തില്ല. അടുത്ത് മരങ്ങളൊന്നുമില്ല, മൊത്തം പാറപ്പുറമല്ലേ.
നേരം വെളുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പുറത്തിറങ്ങി ഒരു റൗണ്ട് അടിച്ചു, കാഴ്ചകളൊക്കെ കണ്ടു, പയ്യെ കയറി വീണ്ടും കിടന്നു. കാരണം പുറത്ത് നല്ല തണുപ്പാണ്. ഇന്ന് മഴയൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. അകത്ത് നല്ല സുഖമാട്ടോ കിടക്കാൻ. രാവിലെ കട്ടൻ ചായയുടെ പണിയാ. അതെ, ഇന്ന് താമസിച്ചു എഴുന്നേറ്റ് വന്നപ്പോൾ. എഴുന്നേറ്റിട്ട് കിടന്ന് ഭയങ്കര തണുപ്പായിരുന്നു. അത് ഞാനവിടെ കിടന്നു. ഇപ്പോഴേ എണീറ്റ് പുറത്ത് നല്ല തണുപ്പ് വെച്ചു. ഇപ്പൊ തണുപ്പൊക്കെ മാറി. ഇപ്പൊ തണുപ്പൊക്കെ മാറി. ഇന്ന് മഴ ഇല്ലെന്ന് തോന്നുന്നു. മഴക്കാറൊന്നും ഇല്ല. വലിയ മഴക്കാർ വരുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടോ വലിയ മഴക്കാർ വരുന്നുണ്ട്. മഴ പ്രതീക്ഷിച്ചാ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്നും കൂടെ നമ്മളിവിടെ അല്ലേ. നല്ല സ്ഥലം കേട്ടോ. തിരിച്ചു പോകാൻ തോന്നല്ലോ. സത്യം പറയാലോ. ഞാൻ പറയാത് ഒരാഴ്ച ഇവിടെ നിൽക്കാം. വീഡിയോ പിടിക്കണ്ട, വെറുതെ ഇവിടെ നിൽക്കാതെ. നല്ല സ്ഥലം, അതുപോലെ ശാന്തത. ഇഷ്ടം പോലെ കട്ടൻ ചായ ഉണ്ട്. ഇന്ന് കൂടുതലാണ് വെച്ചിരിക്കുന്നത്. വെട്ടിത്തിളക്കണം. ചായ ചായ കുടിച്ചേക്കാം. അപ്പുറത്തെ പാറപ്പുറത്ത് പോയിരുന്നു കുടിക്കാം. നല്ല ഭംഗിയല്ലേ അവിടെ ഇരുന്ന്. ചായ ഒക്കെ ഒന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പം മഴയില്ലല്ലോ. പൂവുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായേനല്ലേ. കട്ടൻ ചായ കൂടി കേട്ടോ, കട്ടൻ ചായ കൂടി. പിന്നെ ഇന്നലത്തെ വീഡിയോക്കകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട്. സൗദിയിലുള്ള അരുൺ 14-ാം തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്ന അരുണിന് വേണ്ടി. അരുണിന് വേണ്ടി. കണ്ണനില്ലേ? അത് തന്നെ, കണ്ണനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായാലും അരുൺ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അരുൺ ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എൻ്റെ 3 പിള്ളേരുണ്ട് കേട്ടോ. അമേരിക്കയിലുള്ളതാ. ബെഞ്ചമിൻ, ലൂക്ക്, ജേക്കബ്. ഞങ്ങളെ ഭയങ്കര ഇഷ്ടം. അവർ വിളിക്കൂ കേട്ടോ. ആ മക്കൾക്ക് വേണ്ടി ബിഗ് ഹായ്. ഇച്ചിരി നേരം വെളുത്തു പോയാൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ചായ കുടിക്കാൻ ഒരു നല്ല രസമല്ലേ. സത്യം പറഞ്ഞ ഒത്തിരി സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വേറെ ഒരു ലൈഫാണ്. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. നാളെ കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക. ടാറ്റാ, ബൈ. അതിന്റെ അടിയിൽ ഇപ്പൊ പോയി നിൽക്കണം. ചത്തു പോകട്ടെ. അതിന്റെ അടിയിൽ നിന്ന് ചത്തു പോകില്ല. അത്രയും വെള്ളമല്ലേ. ഇവിടെ നിന്ന് നോക്കുമ്പോ ചെറുതാണെങ്കിലും അവിടെ ചെല്ലുമ്പോ എന്നാ ഒച്ചയും എന്നാ വലുതല്ലേ.